നെക്സ്റ്റ് ടോപ്പിക്കാണ് സിമെട്രിക് പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ ഫസ്റ്റ്. അതായത് ഇതാണ് പ്രൊജക്ഷൻ റഫറൻസ് പോയിൻ്റ്. ഇത് ടോപ്പ് വ്യൂ ആണ് ഇത് കാണിക്കുന്നത്. ഇത് ഇങ്ങനെയുള്ളതിൻ്റെ ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും അതാണ് കാണിച്ചിരിക്കുന്നത്. സോ ഇത് വ്യൂ പ്ലെയിൻ, ഇത് നിയർ ക്ലിപ്പിംഗ് പ്ലെയിൻ, ഇത് ഫാർ ക്ലിപ്പിംഗ് പ്ലെയിൻ ആണ്. നമ്മൾ ഒരു ലൈന് പ്രൊജക്ഷൻ റഫറൻസ് പോയിൻ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ലൈന്, പ്രൊജക്ഷൻ റഫറൻസ് പോയിൻ്റ് ഏതാ? XPRP, YPRP, ZPRP. ഇതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ലൈന് നമ്മൾ ഇവിടത്തേക്ക് വരയ്ക്കുമ്പം ഇവിടെ വ്യൂ പ്ലെയിൻ്റെ സെൻറ്ററിലോട്ട് പെർപെൻഡിക്കുലറായിട്ട് പാസ് ചെയ്യും. എന്നിട്ട് ഇങ്ങനെയാണ് പോവുക. ഇതിനെയാണ് പറയുന്നത് ഫസ്റ്റം സെൻട്രൽ ലൈൻ എന്നാണ് ഈ ഒരു ലൈന് പറയുക. ഇതിൽ XPRP, YPRP, ZPRP ആണ് നമ്മുടെ ഈ പോയിൻ്റ്. ഈ പോയിൻ്റ് മീൻസ് നമ്മുടെ ക്ലിപ്പിംഗ് വിൻഡോൻ്റെ ഇൻസൈഡുള്ള പോയിൻ്റാണ്. അത് ഇവിടെയുള്ള X തന്നെയാണ് ഇവിടെയും വരുന്നത്. Yയും Xും മാറുന്നില്ല. സോ XPRP, YPRP, ZVP ആണ് ഈ പോയിൻ്റ് വരിക. Z മാറും, കാരണം ഇത് ഇവിടെ എത്തുമ്പോൾ ഹൈറ്റ് മാറി. സോ Z മാറി. നമുക്കിത് യൂസ് ചെയ്തിട്ട് കോർണർ വിൻഡോ, ഈ ക്ലിപ്പിംഗ് വിൻഡോൻ്റെ കോർണർ വിൻഡോ വേണമെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യാം. സോ നോർമൽ മെത്തേഡ് കോർണർ പോയിൻ്റ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് XW മിനിമം, XW മാക്സ്, YW മിനിമം, W മാക്സ് അങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. 4 കോർഡിനേറ്റൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കണം. പക്ഷേ നമുക്ക് ഈ ജസ്റ്റ് ഈ പോയിൻ്റ് മാത്രം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ക്ലിപ്പിംഗ് വിൻഡോൻ്റെ കോർണർ പോയിൻറ്റ്സ്, അതായത് എൻഡ് പോയിൻറ്റ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് സ്പെസിഫൈ ചെയ്തെടുക്കാം. അതിനുള്ള ഇക്വേഷനാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. അതായത് ഇവിടെ കാണിച്ചിട്ടുണ്ട് XW മിനിമം ഈക്വൽ ടു XPRP മൈനസ് വിഡ്ത്ത് ബൈ 2, YW മിനിമം ഈസ് ഈക്വൽ ടു YPRP മൈനസ് ഹൈറ്റ് ബൈ 2. അതായത് XW മിനിമം മീൻസ് നമ്മൾ മിനിമം ക്ലിപ്പിംഗ് വിൻഡോൻ്റെ, സപ്പോസ് ക്ലിപ്പിംഗ് വിൻഡോ ഇങ്ങനെ ഒരു ഷേപ്പിലാണെങ്കിൽ ഈ ഒരു പോയിൻ്റാണ് XW മിനിമം, YW മിനിമം. ഇത് XW മാക്സ്, YW മാക്സ്. സോ XW മിനിമം മീൻസ് പിന്നെ XPRPൻ്റെ കൂടെ ഈ ക്ലിപ്പിംഗ് വിൻഡോൻ്റെ വിഡ്ത്ത് എത്രയാണോ അതിൻ്റെ ഹാഫ് മൈനസ് ചെയ്താൽ മതി. XPRP മൈനസ് വിഡ്ത്ത് മൈനസ് 2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ ക്ലിപ്പിംഗ് വിൻഡോ ഇത് ടോപ്പ് വ്യൂ ആണ്. അതുകൊണ്ട് മേലെ നിന്ന് നോക്കുമ്പോൾ ക്ലിപ്പിംഗ് വിൻഡോ ഇങ്ങനെ വെച്ചിട്ടാണുള്ളത്. അപ്പോൾ മേലെ നിന്ന് നോക്കുമ്പോൾ ജസ്റ്റ് ഒരു ലൈന് മാത്രമേ കാണുള്ളൂ. സോ XPRP മൈനസ് വിഡ്ത്ത് മൈനസ് 2. അതായത് നമ്മൾ XPRP എന്ന് പറയുന്ന പോയിൻ്റ് കിട്ടിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലിപ്പിംഗ് വിൻഡോൻ്റെ വിഡ്ത്ത് അറിയാൻ പറ്റുകയാണെങ്കിൽ അതിൻ്റെ ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ XW മിനിമം കോർണർ കിട്ടും. അതേമാതിരി YW മിനിമം കാണാൻ YPRP മൈനസ് ഹൈറ്റ് ബൈ 2. ഹൈറ്റ് ബൈ 2 മീൻസ് ക്ലിപ്പിംഗ് വിൻഡോൻ്റെ ഹൈറ്റ് എന്താണോ അത് ഡിവൈഡഡ് ബൈ 2. YPRP മീൻസ് നമ്മുടെ പ്രൊജക്ഷൻ റഫറൻസ് പോയിൻ്റാണ് YPRP എന്ന് പറയുന്നത്. YPRP എന്ന് ക്ലിപ്പിംഗ് വിൻഡോൻ്റെ ഹൈറ്റിൻ്റെ ഹാഫ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? മിനിമം കോർഡിനേറ്റ്, Yൻ്റെ മിനിമം കോർഡിനേറ്റ് കിട്ടും. അതേപോലെ XW മാക്സ് മീൻസ് XPRPൻ്റെ കൂടെ എന്ത് ചെയ്യുക? വിഡ്ത്ത് ബൈ 2 ആഡ് ചെയ്യുക. അതേപോലെ YW മാക്സ് YPRPൻ്റെ കൂടെ ഹൈറ്റ് ബൈ 2 ആഡ് ചെയ്യുക. അങ്ങനെ നമുക്ക് ഒരു സിമെട്രിക് പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ വ്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഓഫ് ദ ക്ലിപ്പിംഗ് വിൻഡോ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? റെപ്രസെൻറ്റ് ചെയ്യാം. അതാണ് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് നമ്മൾ എങ്ങനെ പെർസ്പെക്റ്റീവ് പ്രൊജക്ഷന് വേറൊരു വേല റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. നമ്മളൊരു ഫോട്ടോഗ്രാഫ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാതിരി തന്നെയാണ് സിമെട്രിക് പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ എടുത്തിരിക്കുന്നത്. അതായത് ഫിലിം പ്ലെയിനിലേക്കാണ് നമ്മൾ ഫോട്ടോഗ്രാഫ് പ്രൊജക്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇവിടെ വ്യൂ പ്ലെയിനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യും. റിഫ്ലക്റ്റഡ് ലൈറ്റ് റൈസ്, അതായത് ഒബ്ജക്റ്റിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന ലൈറ്റ് റൈസാണ് നമ്മുടെ ഫിലിം പ്ലെയിനിൽ
പ്രൊജക്റ്റ് ചെയ്യുന്നത് അല്ലേ. അതേപോലെ ഇതിൽ സീനിലുള്ള ഒബ്ജക്ട്സ് ഏതൊക്കെയാണ് അതൊന്നൊക്കെ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന ലൈറ്റ് ഫിലിം പ്ലെയിനിൽ പ്രൊജക്റ്റ് ചെയ്യും. വിത്തിൻ ദ കോൺവിഷൻ ഓഫ് ദ ക്യാമറ. കോൺവിഷൻ ഓഫ് ദ ക്യാമറ മീൻസ് ആ ക്യാമറൻ്റെ ലെൻസിന് ഒരു കപ്പാസിറ്റി ഉണ്ടാകും. ആ കപ്പാസിറ്റിയിലുള്ള ഒരു ഇമേജ് മാത്രമേ എന്തിലേക്ക് കിട്ടൂ, ആ ഒരു ഫിലിം പ്ലെയിനിലേക്ക് പ്രൊജക്റ്റഡ് ആയിട്ട് വരികയുള്ളൂ. നമുക്ക് ഈ കോൺവിഷൻ എന്ന് പറയുന്നത് ഫീൽഡ് വ്യൂ ആംഗിൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. വിച്ച് ഈസ് എ മെഷർ ഓഫ് ദ സൈസ് ഓഫ് ദ ക്യാമറ ലെൻസ്. ഫീൽഡ് വ്യൂ ആംഗിൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ക്യാമറ ലെൻസിൻ്റെ സൈസാണ് സ്പെസിഫൈ ചെയ്യുന്നത്. ലാർജ് ഫീൽഡ് വ്യൂ ആംഗിൾ ആണെങ്കിൽ വൈഡ് ആംഗിൾ ലെൻസ് ആയിരിക്കും. ഇത് കമ്പ്യൂട്ടർ ഗ്രാഫിക്സിലാണെങ്കിൽ നമ്മുടെ കോൺവിഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഏതൊരു ലെവലിലാണോ ഇമേജ് കാണേണ്ടത് അതിനെയാണ് കോൺവിഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഫ്രസ്റ്റം വരുന്ന ഏത് സൈസാണ് അതാണ് കോൺവിഷൻ എന്ന് പറയുന്നത്. ഫീൽഡ് വ്യൂ ആംഗിൾ മീൻസ് ആംഗിൾ ബിറ്റ്വീൻ ദ ടോപ്പ് ക്ലിപ്പിംഗ് പ്ലെയിൻ ആൻഡ് ദ ബോട്ടം ക്ലിപ്പിംഗ് പ്ലെയിൻ ഓഫ് ദ ഫ്രസ്റ്റം. അതായത് ഇതാണ് നമ്മുടെ ഫ്രസ്റ്റം വ്യൂ പ്ലെയിന്, ഇതാണ് നമ്മുടെ ഫ്രസ്റ്റം എന്ന് പറയുന്നത്. ഈ ഒരു സംഭവമാണ്. സോ ടോപ്പ് വ്യൂ ഇതിനടക്കും ഈ ക്ലിപ്പിംഗ് വിൻഡോയിലൂടെ പാസ് ചെയ്യുന്ന ഈ ലൈനിൻ്റെ അടക്കും ബോട്ടത്തിലൂടെ ഈ കോർണറിലൂടെ പാസ് ചെയ്യുന്ന ഈ ലൈനിൻ്റെ അടക്കമുള്ള ആംഗിൾ എത്രയാണോ അതാണ് നമ്മുടെ എന്ത് പറയുന്നത് ഫീൽഡ് വ്യൂ ആംഗിൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതൊരു ട്രയാങ്കിളാണ്. ഇതിനെ 2 ട്രയാങ്കിളായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 2 റൈറ്റ് സെൻറ്ററിലോട്ട് ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ 2 ട്രയാങ്കിളായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അത് അപ്പോൾ തീറ്റ എന്താവും, θ/2 ആവും. അപ്പോൾ tan θ/2 മീൻസ് നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ് tan θ/2 എന്ന് പറയുന്നത്. അപ്പോൾ tan θ/2 ഓപ്പോസിറ്റ് സൈഡ് മീൻസ് ഇവിടെ θ/2 ഓപ്പോസിറ്റ് സൈഡ് ഇതാണ് വരിക. സോ ഹൈറ്റ്, ഈ ക്ലിപ്പിംഗ് വിൻഡോൻ്റെ ഹൈറ്റ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് മീൻസ് നമ്മളിങ്ങനെ ഇതിലേക്ക് വരച്ച് കഴിഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് എന്ത് വരും, ഈ ഒരു ലൈന് വരും അല്ലേ. ഇത് ഓപ്പോസിറ്റ് സൈഡ്, ഇത് ഇങ്ങനെയല്ലേ ലൈന് വരക്കുന്നത്. അപ്പോൾ ഇതാണ് തീറ്റൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് ഇത്, തീറ്റൻ്റെ അടുത്ത് വരുന്നത് ഈ ലൈനാണ് അല്ലേ, തീറ്റൻ്റെ കൂടെ വരുന്നത് ഈ ലൈന്. അപ്പം ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അത് നമുക്ക് ഇതിൽ നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവും. ഇത് ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ZPRP - ZVP ആണ്. അതായത് എക്സും വൈയും ഇതിൽ മാറുന്നില്ല. Z ആക്സിസിലൂടെയാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. ഇവിടെ Z ഒരു വാല്യൂ, ഇവിടെ Z വേറെ വാല്യൂ. ഇത് 3D വ്യൂ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത്. ഇത് 2D വ്യൂ അല്ല, 3D വ്യൂ ആണ്. Z മാത്രമേ മാറുന്നുള്ളൂ. ZPRP ഇവിടെ എത്തുമ്പോൾ ZVP ആവുന്നത്. എക്സും വൈയും മാറുന്നില്ല. നമ്മൾ ഗ്രൗണ്ട് പ്ലെയിനിലേക്കാണ്, അതായത് നമ്മൾ നിൽക്കുന്ന പ്ലെയിനില്ലേ അതിലേക്കാണ് ഇത് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഇങ്ങനെയുള്ളൊരു സംഭവം താഴത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ എക്സും വൈയൊന്നും മാറുന്നില്ല, Z മാത്രമേ മാറുന്നുള്ളൂ. അപ്പോൾ ZPRP - ZVP ആണ് ഈ ലൈന്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ വരുന്ന ഈ ലൈനും വരുന്നത് ZPRP - ZVP ആണ്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ZPRP - ZVP ഹൈറ്റ് ബൈ 2. ഇനി ഹൈറ്റ് മാത്രം എടുക്കുകയാണെങ്കിൽ ഹൈറ്റ് ഈക്വൽ ടു ഇതൊക്കെ ഇങ്ങോട്ടേക്ക് എടുക്കുക, 2 ഇങ്ങോട്ടേക്ക് വരും. 2 × ZPRP - ZVP × tan θ/2. ഇനി നമ്മൾ കുറച്ചുകൂടി മാറ്റി എഴുതുകയാണെങ്കിൽ ZPRP - ZVP ഈ സൈഡേക്ക് വെക്കുക, tan θ/2 2 ഇങ്ങോട്ടേക്ക് എടുക്കുക. അപ്പോൾ എന്താ 2 × 2 ഇവിടെ എത്തുമ്പോൾ ഡിവൈഡഡ് ബൈ 2 ആവും. ഹൈറ്റ് ബൈ 2 × tan θ/2 ഈക്വൽ ടുൻ്റെ അതർ സൈഡ് എടുക്കുമ്പോൾ എന്ത് ആവും, tan θൻ്റെ ഓപ്പോസിറ്റ് cot θ ആവും, cot θ/2. അപ്പോൾ ZPRP - ZVP എന്ത് വരും, ഹൈറ്റ് ബൈ 2 × cot θ/2. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഹൈറ്റ് ബൈ 2നെ
വിഡ്ത്ത് ബൈ 2 ഇൻറ്റു ആസ്പെക്ട് റേഷ്യോ. ആസ്പെക്ട് റേഷ്യോ മീൻസ് ഹൈറ്റ് ബൈ വിഡ്ത്താണ് ആസ്പെക്ട് റേഷ്യോ, ഹൈറ്റ് ബൈ വിഡ്ത്ത്. അപ്പം നമ്മൾ ഈ ഹൈറ്റ് ബൈ വിഡ്ത്ത് ആസ്പെക്ട് റേഷ്യോ ആവുമ്പോൾ നമ്മളെന്താ ഇവിടെ ആസ്പെക്ട് റേഷ്യോ വിഡ്ത്ത് ബൈ ഹൈറ്റാണ്. അപ്പോൾ ഇവിടെ വിഡ്ത്ത് ഓൾറെഡി നമ്മൾ ഇതിനെ മാറ്റി എഴുതിയതാണ് ഇങ്ങനെ. ഓൾറെഡി വിഡ്ത്ത് മേലേലുണ്ട്, W വിഡ്ത്ത് കൊടുത്തു. ഇനി 2 ഇൻറ്റു ആസ്പെക്ട് റേഷ്യോ. ആസ്പെക്ട് റേഷ്യോ ഞാൻ പറഞ്ഞു വിഡ്ത്ത് ബൈ ഹൈറ്റാണ്, വിഡ്ത്ത് ബൈ ഹൈറ്റ്. അപ്പോൾ ഈ വിഡ്ത്തും ക്യാൻസലായി എന്ത് ചെയ്യും, ഹൈറ്റ് മേലേക്ക് പോകും. അപ്പോൾ എന്തോരും ഫൈനൽ റിസൾട്ട് ഹൈറ്റ് തന്നെയാവും. സോ ഹൈറ്റ് ഇവിടെയുള്ള ഫൈനൽ റിസൾട്ട് ഹൈറ്റ് എന്നുള്ളൂ കേട്ടോ. ഡിവൈഡഡ് ബൈ 2 ഒക്കെ ഇവിടെ ഉള്ളതാണ്, കോട്ട് തീറ്റ ബൈ 2. അപ്പോൾ നമുക്ക് ഈ ഡിസ്റ്റൻസ് കിട്ടി, ZPRP മൈനസ് ZVP എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ഇത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ ZPRP മൈനസ് ZVP എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് കിട്ടി. ഇതത്ത് ടാൻ തീറ്റ ബൈ 2 ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് ഈ സൈഡ് ആണ് പറയുന്നത്.